SNDP യോഗം ഇടുക്കി രാജക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞത്തിന്റെ ഭാഗമായി ദിവ്യജ്യോതി പ്രയാണത്തിന് തുടക്കമായി. മുട്ടുകാട് അർദ്ധനാരീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ നയിക്കുന്ന ദിവ്യജ്യോതി പ്രയാണത്തിന് ശിവഗിരി മഠത്തിലെ ശ്രീമദ് പ്രബോധതീർത്ഥ സ്വാമികൾ ദീപപ്രോജ്വലനം നിർവഹിച്ചു. SNDP യോഗം രാജക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മാസം 25, 26, 27 തീയതികളിലായി NRCTയിൽ നടത്തപ്പെടുന്ന ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞത്തിന് മുന്നോടിയായിട്ടുള്ള ദിവ്യജ്യോതി പ്രയാണത്തിന് തുടക്കം കുറിച്ചു. മുട്ടുകാട് അർദ്ധനാരീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രയാണത്തിന് ശിവഗിരി മഠത്തിലെ ശ്രീമദ് പ്രബോധതീർത്ഥ സ്വാമികൾ ദീപ പ്രജ്വലനം നിർവഹിച്ചു. മുട്ടുകാട് നിന്നും ആരംഭിച്ച ദിവ്യജ്യോതി പ്രയാണം ബൈസൺവാലി, ഉപ്പാർ, ദേശീയം, കുഞ്ചിത്തണ്ണി, ശ്രീനാരായണപുരം, പന്നിയാർകുട്ടി, മുല്ലക്കാനം, കള്ളിമാലി, മന്ദിരം സിറ്റി, മുക്കടിൽ, രാജക്കാട്, കനകപ്പുഴ തുടങ്ങി വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് ബുധനാഴ്ച NRCT ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിക്കും. ശിവഗിരി മഹാസമാധിയിലെ കെടാവിളക്കിൽ നിന്നും പകർന്ന ദിവ്യജ്യോതിയാണ് രാജക്കാട് യൂണിയന്റെ വിവിധ ശാഖകളിലൂടെ ചുറ്റി സഞ്ചരിച്ച് ധർമ്മവിചാര യജ്ഞ പന്തലിലെത്തുന്നത്. ദിവ്യജ്യോതി പ്രയാണത്തിന് യൂണിയൻ വൈസ് പ്രസിഡന്റ് G. അജയൻ, യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, കൗൺസിലർമാരായ NR വിജയകുമാർ, IB പ്രഭാകരൻ, KK രാജേഷ്, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോബി വാഴാട്ട്, യൂത്ത് മൂവ്മെന്റ് ആക്ടിംഗ് പ്രസിഡന്റ് KR സുനിൽ, യൂണിയൻ സെക്രട്ടറി വിഷ്ണു ശേഖരൻ, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് രജനി തങ്കച്ചൻ, സൈബർ സേന ജില്ലാ ചെയർപേഴ്സൺ സജിനി ബാബു, മുട്ടുകാട് ശാഖാ പ്രസിഡന്റ് അജി മുട്ടുകാട്, സെക്രട്ടറി ലക്ഷ്മണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലെ കയ്യേറ്റം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മെയ് 5 പൂർത്തിയാകുമെന്ന് ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി. മഞ്ചുമല, പീരുമേട് എന്നീ വില്ലേജുകളിൽ 2 സർവേ നമ്പറിൽ സ്ഥലം കൈവശം വച്ചിരിക്കുന്ന 1000-ലധികം പേർക്ക് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. ഇടുക്കിയിലെ പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534 ഭൂമിക്ക് നൽകിയ പട്ടയം ഉപയോഗിച്ചാണ് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 444 സർക്കാർ ഭൂമി കയ്യേറിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഇത് സ്ഥിരീകരിക്കാനുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സർവേ നമ്പറിലും ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരോട് 15 ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള രേഖകളുമായി ഒത്തുനോക്കും. സർക്കാർ ഭൂമി കയ്യേറിയതായും പട്ടയ വ്യവസ്ഥ ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചതായും കണ്ടെത്തിയാൽ ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കും. 5 സർവേ നമ്പറുകളിൽ കെട്ടിട നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയ നിരോധാജ്ഞ പിൻവലിക്കേണ്ടത് മെയ് 5-നാണ്. അതിനു മുൻപ് ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം സ്ഥലത്തിന്റെ സർവേയും പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു സർവേ നമ്പറിലെ പട്ടയം ഉപയോഗിച്ച് ഇവിടെ സ്ഥലം കൈവശം വെച്ചിരിക്കുന്നതായി സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ പട്ടയം കിട്ടിയ സ്ഥലം കണ്ടെത്താനുള്ള പരിശോധനകൾ സർവേ വിഭാഗവും നടത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.